തിരുവനന്തപുരത്ത് മേയറായിട്ട് വി രാജേഷാണ് ചുമതലയേറ്റത്. ചുമതലയേക്കുന്ന ഒരു 24 മണിക്കൂർ മുമ്പ് വരെ വി രാജേഷിന് പകരം ശ്രീലേഖ IPS ആയിരുന്നു മേയർ സ്ഥാനാർത്ഥിയെന്ന് ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യമെന്നെ അത് മാറ്റി വി രാജേഷിനെ ചുമതലയേറ്റു. വി രാജേഷ് മേയറായ സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ ആ സമയത്ത് തന്നെ ചില പിണക്കങ്ങൾ ശ്രീലേഖ IPSനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറയട്ടെ, BJPയുടെ തീരുമാനം ശരിയായ തീരുമാനമായിരുന്നു. മേയർ സ്ഥാനം ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ്. അവിടെ ഇരിക്കേണ്ടത് ഒരു IPS ഉദ്യോഗസ്ഥയല്ല, മറിച്ച് രാഷ്ട്രീയക്കാരൻ തന്നെയായിരിക്കും. അനേകകാലം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ കാര്യം മനസ്സിലാക്കുന്ന ഒരു നേതാവായിരിക്കണം മേയറാവേണ്ടത്. അല്ലാതെ ഉദ്യോഗസ്ഥയെ വന്ന് ഒരാൾ ആ സ്ഥാനത്തിരുന്നാൽ സ്വാഭാവികമായും അതൊരു ബ്യൂറോക്രാറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണൂ. ഒരു മേയറിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബ്യൂറോക്രാറ്റ് ശബ്ദമല്ല, ഒരു ജനകീയ ശബ്ദമാണ്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംസാരിക്കുന്ന നേതാവിനെയാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവിനെയാണ്, പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളെയാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരാളെയാണ്, വിമർശനം നേരിടാൻ പാകമുള്ള മനസ്സുള്ളവരെയാണ്, ഒരു ഈഗോ ഇല്ലാത്ത നേതാവിനെയാണ്. ഒരു മേയർക്ക് വേണ്ടത് ഉത്തരവിടുന്ന ശൈലിയല്ല, സമ്പാദിക്കേണ്ട ശൈലിയാണ്. സംസാരിക്കാതെ പ്രവർത്തിക്കുന്നവരെയല്ല, സംസാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരെ മേയറാണ് ആവശ്യം. രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പരിചയക്കുറവുള്ളവരെയല്ല, മറിച്ച് തെരുവ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചവരെയാണ് ആവശ്യം. മാധ്യമങ്ങളോട് തുറന്ന സംവാദം വേണം. വിമർശനങ്ങളെ വ്യക്തിപരമായി കാണരുത്. ജനവേദികളിൽ സ്ഥിര സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഞാൻ ഉദ്യോഗസ്ഥനല്ല, ഞാൻ ജനങ്ങളുടെ പ്രതിനിധിയാണെന്ന ബോധം നമുക്കുണ്ടാകണം. രാഷ്ട്രീയ ഭാഷ പഠിക്കാനുള്ള മനസ്സുള്ളവരായിരിക്കണം. അല്ലാത്തവർക്ക് മേയർ സ്ഥാനത്ത് വിജയിക്കാൻ കഴിയില്ല. മുമ്പൊരിക്കൽ ഇതുപോലെ ജനകീയമായ ഒരു IPS ഓഫീസർ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ കിരൺ ബേദി ഡൽഹിയിൽ ആളുകൾക്ക് വിറപ്പിച്ചൊരു IPS ഓഫീസറായിരുന്നു. പിന്നെ രാഷ്ട്രീയത്തിൽ വന്ന് പുതുശ്ശേരി ലഫ്റ്റനന്റ് ഗവർണറായി. അവർക്ക് അഴിമതി വിരുദ്ധ ഇമേജ് ഉണ്ടായിരുന്നു, പക്ഷേ ജനകീയത ഉണ്ടായിരുന്നില്ല. അവർ രാഷ്ട്രീയത്തിൽ പറയപ്പെടുകയുണ്ടായത്. അത്തരം ബ്യൂറോക്രാറ്റുകൾ അധികാരത്തിരുന്ന രാഷ്ട്രീയ പദവി ഇരുന്നാൽ സ്വാഭാവികവും ഒറ്റപ്പെട്ട ഭരണാധികാരി തീരും. അതുകൊണ്ട് തിരുവനന്തപുരം BJPയുടെ തീരുമാനങ്ങൾ തികച്ചും ജനാധിപത്യപരവും അതുപോലെ തന്നെ സ്വാഗതാർഹവുമാണ്.